അമ്മ ഫോൺ അടിക്കണേ. ഹലോ, ആ ബാലമോമൻ. എന്റെ ഈശ്വര, എന്താ ഞാൻ ഈ കേക്കണേ? ബാലമോമനോ? എവിടുന്നാ വിളിക്കണേ? വന്നോണ്ടിരിക്കാണെന്നോ? ഷോ, എന്തായാലും ഇന്ന് ഇറങ്ങിയത് നന്നായി. മോളുടെ പിറന്നാളാ. അതെയോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എപ്പോഴത്തേക്ക് എത്തും? അതെയോ? ശരി എന്നാ. അനിയേട്ടാ, ഇയാളത്തെ എവിടെ ഇതുവരെ എണീറ്റിട്ടില്ലേ? ഓ, കിടക്കണ കണ്ടില്ലേ? നേരെ വെളുത്തൊന്നും അറിഞ്ഞ മട്ടില്ല. അനിയേട്ടാ, അനിയേട്ടാ, എഴുന്നേക്ക് മനുഷ്യ. ഇതെന്താടി ഇങ്ങനെ? എങ്ങനെ? അപ്പൊ നമുക്കൊന്നും ഓർമ്മയില്ല അല്ലേ? എന്ത്? നിങ്ങക്ക് കിടന്ന് ഉറങ്ങിയാ മതിയല്ലോ, ഒന്നും അറിയണ്ടല്ലോ. നിങ്ങക്ക് എന്താ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അറിയില്ലേ? ഓ, ഇന്ന് നമ്മളെ വെഡിങ് ആനിവേഴ്സറി അല്ലേ? ചിന്നുമോളെ, കേട്ടല്ലോ, ഇന്ന് തന്നെ പിറന്നാളാന്ന് അച്ഛന് ഓർമ്മയില്ല. അതെനിക്ക് അറിയാൻ പാടില്ലേ മോളെ പിറന്നാളാന്ന്? എനിക്കറിയാം, ഞാൻ നിന്നെ കളിയാക്കാൻ പറഞ്ഞല്ലേ. ഞങ്ങളെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോയിട്ടാ വരുന്നത്. പോയാ? പിന്നെ എന്നിട്ട് എന്താ എന്നെ വിളിക്കായിരുന്ന? അപ്പൊ വിളിക്കാതിരുന്ന എന്തെന്നല്ലേ? എത്ര പ്രാവശ്യങ്ങളെ രാവിലെ ഞാൻ വിളിച്ച്. എന്നെയോ? നീയോ? എത്ര പ്രാവശ്യം ഒന്നും വിളിക്കണ്ട, ഒരു പ്രാവശ്യം വിളിച്ചാൽ മതി, അപ്പൊ ഞാനിക്കും. പിന്നെ ബാലമാമ വരുന്നുണ്ട്. അതാരാണ് ബാലമാമ? എന്റെ മാമൻ. എന്ന് നിങ്ങക്ക് എന്റെ വീട്ടുകാരൊക്കെ അറിയൂ? അയാളെന്തിനാ പണ്ടാറൊക്കെ ഇങ്ങോട്ട് വരുന്നത്? ഇനി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ. മോളെയൊക്കെ കാണാൻ വരികയായിരിക്കും. 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പളാ വരാൻ തോന്നി. നിങ്ങളുടെ അമ്മയെ വിളിച്ചിട്ടുണ്ട്, പെങ്ങളെയും വിളിച്ചിട്ടുണ്ട്, ബാലമാമനും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? ഈ എന്തിനാ അമ്മേനെ പെങ്ങളൊക്കെ വിളിച്ചു വരുത്തണത്? എപ്പോഴും നമ്മൾ മാത്രല്ലേ ഇവിടെ ഉള്ളൂ. ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളിലല്ലേ ഇവരൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. സംഭവം ശരി തന്നെയാണ്. പൈസ വേണ്ടേ? ഇതില് പൈസ ഇല്ലല്ലോ. എനിക്കറിയാലോ നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ലെന്ന്. ഞാൻ തരാം. ഈ തരോ? സത്യം പറയാം. തരാം. ഹോ, ഞാൻ നിന്റെ മാമനെ, നിന്റെ അമ്മായിയെ, നീ വേണമെങ്കിൽ 6 വേണേ വിളിച്ചോ. കാശ് നീയാണല്ലോ തരണേ. പിന്നെ ഞാൻ ഒരാളെ വിളിക്കോട്ടാ. ആരെ? നമ്മുടെ ശങ്കുമാമനെ. അയാളെന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നത്? അങ്ങനെ പ്രശ്നക്കാരനല്ലല്ലോ. അറിയാലോ, കഴിഞ്ഞ വിഷുവിന് അയലുണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ. അങ്ങനെയൊന്നും ഉണ്ടാവൂല, അതൊക്കെ ഒരു തമാശ എടുത്താ മതി. പിന്നെ നിന്റെ മാമ അടിക്കോ? എന്റെ മാമൻ എന്റെ വീട്ടിലെ ഒരാള് പോലും കള്ള് കൈയോണ്ട് തൊടില്ല, പ്രത്യേകിച്ച് ബാലമാമൻ. ലേശം ടച്ചിങ്സ് എടുക്കട്ടെ. താനെടുത്ത് അടിക്കടോ. താങ്ക് യു, താങ്ക് യു. എന്താ ഇത് കഥ? ഓന്റെ ഒരു ചിരി എവിടുന്നൊക്കെ വരണത്? ഇതൊന്നും മാന്താൻ പറഞ്ഞതാ. കോഴി ഇരിക്കാൻ മാതിരിയല്ലോ കംപ്ലീറ്റ്. ഇളക്കി കൂടാണ്. കണ്ണട, കോട്ട്, പാന്റ്, വാച്ച്, മാല, ഫുൾ സെറ്റപ്പ്. കയ്യിൽ യാതി നക്കിത്തര. കുറച്ചും കൂടി എടുക്കണ്ടേ? ഇതെന്താ JCB? പെട്ടത്തലയാ? ഇതെന്ത് വരുത്തിനല്ല അത്? ഞാനും എടുക്കണ്ടേ? ഏതായി മുടീശ്വരൻ? എന്താപ്പത്? എവിടുന്നാ പറ്റ കൂടി വരണത്? അടിച്ചിട്ട് എന്റെ പേട്ടത്തല. നിർത്തറോന്ന് പറഞ്ഞാ തന്നോട് നിർത്താൻ പറഞ്ഞു. ഇതൊക്കെ കൂടി വാരി തിന്നണ്ടാന്ന്. ഇതിപ്പോ എടുത്താ? താനേതാ? താനേതാന്ന്? കുറച്ചും കൂടി ഞാൻ തന്നെ. അവിടെ വെക്കടാ. ഏത് ഈ പന്നി? കുറച്ചും എടുത്തിട്ടുള്ളൂ. കുറച്ച് അല്ലേട്ടാ? താൻ കഴിച്ചോ? അത് ശരിയാ. കാശോട്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഈ കഴിച്ചടാ. എന്ത് പരിപാടി? ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ സാധനം ഇല്ലെന്ന്. അതിനെന്താ? അതെടുത്ത് നക്കലാന്റെ കഴിച്ചോ? ഇത് വേറൊരു പന്നി. അതിന്റെ കാറിന് മനസ്സിലായിട്ടില്ല അല്ലടാ. എനിക്ക് ഞാൻ മനസ്സിലാക്കി തരല്ലോ. കേട്ടിട്ട് പാന്നി ഓടാ. ഒന്ന് ഓടിയോടാ. ഇവരെന്നെ കൊല്ലാൻ തന്നെ ഓടുവാ. എനിക്കെന്നെ മനസ്സിലായിട്ടില്ല.
ബ്ലഡി ഫുൾ. എന്തായാലും സന്തോഷായില്ലേ ഇപ്പൊ? ഇത്രയും നാളും ഒരു വിവരം ഇല്ലാതിരിക്കല്ലേ ഇന്ന് വീട്ടിൽ നിന്ന്. ഇപ്പൊ ദാ ബാലമാമ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. ഞാനിവിടെ അച്ഛനോട് പറയാറുണ്ടേ നല്ല വിഷമുണ്ടെന്ന്. വീട്ടിൽ നിന്ന് വിവരമൊന്നും അറിയാത്തോണ്ട് വിഷമുണ്ടെന്ന്. അത് മാറിയില്ലേ എന്തായാലും? ഇല്ലേ, മാറിയില്ലേ? എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കണേ? ഫോണ് വന്നില്ലേ ബാലമാമ വരണ്ടെന്ന്? സന്തോഷിക്കേ. ബാലമാമ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷായി. ആ എന്റെ കുടുംബത്തിൽ എനിക്ക് ഏറ്റവും അടുപ്പുണ്ടായിരുന്നത് ബാലമാമോടായിരുന്നു. അതെയോ? ബാലമാമനും അതുപോലെ തന്നെയാ തിരിച്ച്. ആ, ബാലമാമനൊരു ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ആ ബുള്ളറ്റിലാണ് എന്നെ സ്കൂളിൽ കൊണ്ടുപോയിട്ടിരുന്നത്. അതിന്റെ ശബ്ദം എവിടെ കേട്ടാലും എനിക്കറിയാൻ പറ്റും. എത്ര കാലായി കണ്ടിട്ട്. ബാലമാമ വന്നു. ബാലമാമ എന്നാലും ബാലമാമെങ്കിലും എന്നെ കാണാൻ വന്നല്ലോ. എല്ലാരും വരുവടി. ഇന്ന് നിന്റെ മോളുടെ പിറന്നാളാന്ന് ആരാ പറഞ്ഞെന്നറിയോ? ഇല്ല. നിന്റെ അമ്മ. അല്ല, അവളെവിടെ പിറന്നാളുകാരി? ചിന്നു അകത്തുണ്ട്. അവനോ? അനിയന്റെ പുറത്തു പോയിരിക്കാ. ഇപ്പൊ വരും. അതെയോ? പിറന്നാൾ സുന്ദരി, ഈ പൂവൊക്കെ ആരാ വെച്ചെന്ന്? മാമ, ആ. ഇത് അനിയന്റെ അമ്മ അനിയത്തിയാ. ആ, ആ, ഇരുന്നോളൂ ഇരുന്നോളൂ. മോള് പറഞ്ഞിരുന്നു ബാലമാമ വരണ്ടെന്ന്. എന്തായാലും വന്നൂല്ലോ, സന്തോഷായി. മോളുടെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഒരാള് വന്നതല്ലേ, സന്തോഷായി. അച്ഛനെ കണ്ടില്ല. കടയിലാണേ. ഓ, വൈകുന്നേരം കട പൂട്ടിയിട്ട് വരും. മോളെ പേരെന്താ? ആമി. ആഹാ, എന്ത് ചെയ്യുന്നു? ഞാൻ പഠിക്ക +2. ആ, ആ, ശാന്തി എത്തിയില്ലോ. ബാലമാമ, അനിയട്ടൻ. ഓ, ആ പിന്നിലുള്ള ആരടി? അനിയട്ടന്റെ മാമനാ. മാമനാ? ആ, ശംഖുമാമൻ. ശംഖുമാമനേ. ആ, ഇതാരാത്? അതാ മാമനാ. മാമനോ? ആ, ബാലമാമൻ. ഏത് ബാലമാമൻ? ശ്രീവിദ്യയുടെ മാമെന്ന് വരുന്നു പറഞ്ഞില്ലേ? എന്താ പറഞ്ഞു? ഇയാൾക്കത് ഭ്രാന്തായ. ഇവനല്ലേ അവൻ? യവൻ ഇവൻ ഉം. മാമൻ. ആ. വാ മാമ, പരിചയപ്പെടാം. ആ, ശംഖുമാമ. ബാലമാമ, അനിയട്ടൻ. ആ, നമസ്കാരം. കോല് പിടിച്ച. ഇതൊന്നും വേണ്ടായിരുന്നു മോനെ. മാമൻ. ബാലമാമ, ഇത് ശംഖുമാമൻ, അനിയട്ട മാമനാ. ഇത് ശങ്കമാമൻ, ഇത് ബാലമാമൻ. അതെ അതെ. മുഖത്ത് എന്താ പറ്റി ശംഖുമാമ? അതെ, ഞാന് ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ വരുമ്പോഴേ, ഓട്ടോറിക്ഷ നിങ്ങൾ എന്നോട് ബസ് എന്നല്ലേ അല്ല പറഞ്ഞു? ബസ്സിൽ ഇങ്ങനെ വരുമ്പോഴേ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോ ഇവിടെ ഇങ്ങനെ തട്ടിയതാ. KSRCT ആയിരിക്കും. എന്താ RTC ആണെന്ന് എനിക്കറിയില്ല. മനസ്സിലായി. ശംഖു, ഓ. കേറി വാടാ. ആ ആ ആ, നീ എപ്പോഴാ വന്നേ? കൊറച്ചേരായി.
ഇവളുണ്ട് കൂടെ അല്ലേ? അപ്പൊ അളിയനോ? വരും, കട പൂട്ടിയിട്ട് വേണ്ടേ ആ വരാൻ. അത് ശരിയാ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, അവിടെ നിക്കട്ടാ, തരാൻ. അതെ, ഒരു കാര്യണ്ട്. കഴിഞ്ഞ കൊല്ലത്തെ വിഷുവിന്റെ പോലെ ആക്കരുത്. എന്തെങ്കിലും ഉണ്ടായി അതിന്റെ നാണക്കെട്ട് നമ്മൾക്കാ. ഇന്ന് ഈ കുട്ടിയുടെ അമ്മാവുണ്ട് ഇവിടെ, മനസ്സിലായോ? അതാലോചിച്ചാ മതി. ഡാ, കേക്കുണ്ടോ? കേക്കുണ്ടമ്മ. അത് ഓർമ്മ ഉണ്ടാവണം. നിന്നോടാണ് ഈ പറയണേ. അമ്മ ആരോടെ ഈ പറയണേ? ഈ വഴിയായിരുന്നു. അമ്മ, ഇത് പറഞ്ഞാ മനസ്സിലാവുന്നടുത്ത് പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അവള് പറയുന്നത് കേക്ക്. നിങ്ങളിന്ന് എന്താന്ന് വെച്ചായിക്കോ, പക്ഷെ എന്റെ മാമനെ ആ കൂട്ടത്തിൽ കൂട്ടരുത് കേട്ടോ. കേട്ടില്ലേ? തൃപ്തിയായില്ലേ ഇപ്പൊ? എന്തേ? എവിടെ അവിടെ ഉണ്ട്. ചേച്ചി വിളിക്കണോ? എന്താണ്? നീ എന്താണ്ട് വരാൻ പറഞ്ഞു? ഞാനേ കേക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചിരുന്നോ? ഞാനാ പറഞ്ഞു. ഓ, ഇനിയിപ്പൊ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. ഞാൻ രാവിലെ പറഞ്ഞതല്ലേ കേക്ക് ഓർഡർ ചെയ്തിന്റെ ചിന്നുവിന്റെ ബർത്ത്ഡേ ആണെന്ന്. 4 ആയിട്ടല്ലേ പോയി മേടിച്ചോണ്ട് വാങ്ങിച്ചാ. പിന്നെ വരുമ്പോ ഒരു സാധനം കൂടെ മേടിച്ചോണ്ടോ? എന്താണ്? കുറച്ച് വർണ്ണക്കടലാസും ബലൂണും. ചിന്നു പറഞ്ഞതാ. ഒന്നും പറ്റൂല, എന്റെ പൈസ ഒന്നുമില്ല. അതും കൂടെ വാങ്ങിച്ചിട്ട് വന്നാ മതി. അതൊന്നും നടക്കൂല. അതൊക്കെ നടക്കും, അതിന്റെ തകയും. അതോട് വാങ്ങിച്ചിട്ട് വന്നാ മതി. വെച്ചിട്ടോ വർണ്ണക്കടലാസും ബലൂണും ചക്കപ്പലും. എന്തേ? എന്താണ് എന്താണ് മനുഷ്യ? നിനക്കൊരു സംഗതി കാണിച്ചു തരട്ടെ. എന്ത് സംഗതി? എന്താ? എനിക്ക് അകത്ത് പണിയുണ്ട് മനുഷ്യ. ഫുഡ് കഴിക്കാൻ കാത്തിക്ക. മനുഷ്യനൊരു പണി ചെയ്യാൻ സമ്മതിക്കൂല. നിന്റെ പണിയൊക്കെ പോയി കാണിച്ചതാ. നടക്ക് വേഗം. നിങ്ങടാണ് വിളിച്ചോണ്ടത്. അങ്ങോട്ടൊക്കെയാ. നീ എന്താ പറഞ്ഞു? നിന്റെ മാമനാണത്. കണ്ട എന്താ നീ എന്നോട് പറഞ്ഞേ? ബാലമാമ കള്ളു കുടിക്കൂല, കൈകൊണ്ട് തൊടൂല. നിന്റെ കുടുംബക്കാരൊക്കെ മൊത്തം നല്ല നീറ്റന്മാർ. ഞാൻ കള്ളുകുടിയനും മുഴുകുടിയനും, എന്റെ ഫാമിലി, എന്റെ മാമ എല്ലാരും. ഇപ്പൊ കുടിക്കുന്ന പാല. കണ്ണു തുറന്നു നോക്ക്. ഇനി എന്റെ ഫാമിലി ഇങ്ങനെ വല്ലൊരു നല്ല ബെസ്റ്റ് ഫാമിലി. എന്റെ കാര്യം തീരുമാനമായി. കത്തിയെടുക്കരുത്. അളിയോ അളിയാ. അളിയാ എന്തോ? അളിയാ വെള്ളം മതിയാ? മതി മതി, വെള്ളം കുറച്ച് മതി. മതി 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 മതി. അവിടെ വെച്ചു. അല്ല, നിങ്ങൾ ഇതിലൊരു പൈപ്പിട്ട് കഴിക്കണതിന്റെ കാര്യം എന്താന്ന് മനസ്സിലായില്ല ഇപ്പോ? അതിന്റെ ഭാര്യനോട് പറഞ്ഞിട്ടുണ്ട് ഈ സാധനം കയ്യോട്ട് തൊടരുത്. ഓ, ഓള് പറഞ്ഞ വാക്ക് ഞാൻ എപ്പോഴും ഓ പാലിച്ചിരിക്കും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താ പോരെ? ഒരു മോട്ടർ വെച്ചിട്ട് അതിന്റെ കൂട്ടുവാൾബ് ഇതിലിട്ടാ പോരെ? എന്നിട്ടാ മോട്ടർ അടിക്കാൻ നിന്റെ തമാശക്കാരൻ. ആളിയം പറഞ്ഞ സ്ഥിതിക്ക് ഞാനിതാ ഇത് ഉപേക്ഷിച്ചിരിക്കുന്നു. അതന്നെ നല്ലത്. ടച്ചപ്പ് എടുത്തോട്ടെ. ഒരു കാര്യം ചെയ്യാ, ഇത് മൊത്തം നീയാണ്ട് കീറിച്ച. ഇതൊക്കെ കൂടി എന്റെ
മോന്തക്കെടാത്ത മൊത്താണ്ട് കയറ്റി. അളിയൻ ഓ അതെ 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 മോഹനാ